നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു പ്രൊഡക്റ്റിന്റെ റീസ്റ്റോക്ക് വീഡിയോ ആണ്. അതായത് ബൾക്ക് ആയിട്ട് തന്നെ ഡിഫറെന്റ് കളേഴ്സിലേക്കും കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബോട്ടംസ് നമ്മളന്ന് ട്രയലിന് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. താർ ലാഫർ എന്ന് പറഞ്ഞ ഫാബ്രിക്കിനകത്തേക്ക് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തെടുത്തേക്കുന്ന ബോട്ടംസ്. ഇത് കിട്ടിയ കസ്റ്റമേഴ്സിന്റെ ഒക്കെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്കി കളേഴ്സും കൂടെ പെട്ടെന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ ഒത്തിരി ഷെയ്ഡുകളിലേക്ക് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് കളർ കാണാം കേട്ടോ. പ്യുവർ നല്ലൊരു മിൽക്കി വൈറ്റ് ഷെയ്ഡാണ്. എല്ലാ കളർ ടോപ്പിന്റെ കൂട്ടത്തിലേക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഡിമാൻഡ് വരുന്ന ഒരു ഷെയ്ഡ്. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിലേക്കായിട്ട് പടിയും ബാക്കിലേക്ക് എലാസ്റ്റിക്കും ആണ്. നല്ല ഫ്രീ സൈസിലേക്കാണ് നമ്മൾ ബാക്ക് ചെയ്തെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് എവിടെ വേണമെങ്കിലും പോയി ഇരിക്കുകയോ ഒക്കെ ചെയ്യാം. ഒന്നും എവിടെയും ഇതിനൊരു പിഞ്ചലോ കീറലോ ഒന്നും വരത്തില്ല കേട്ടോ. ഫ്രണ്ടിലേക്കായിട്ടാണെങ്കിൽ നമ്മളൊരു കുറച്ചും കൂടി ഒരു ഫ്രീ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്കായിട്ട് 2 പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് പോക്കറ്റ് വന്നേക്കുന്നത് നല്ല ഡീപ്പായിട്ടുള്ള നല്ലൊരു പോക്കറ്റാണ് വരുന്നത്. ഞാൻ ലാർജ് സൈസ് ആയിട്ടേക്കുന്നത്. എല്ലാവരും തന്നെ കുർത്തിയുടെ തന്നെ സൈസ് ചൂസ് ചെയ്താൽ മതി. ഇനി അതല്ല ഓവറായിട്ടൊരു ഹിപ്പ് സൈസ് ഉള്ളവർ മാത്രം വേണമെങ്കിൽ ഒരു സൈസ് വലുതെടുക്കുക. 38 ഇഞ്ചസ് ലെങ്തിലേക്കാണ് വരുന്നത് കേട്ടോ. സ്ലീവിന്റെ ഈ ഒരു എൻ പോർഷനിലേക്കായിട്ട് ഇവിടെ നല്ല വീതിക്കാണ് അതിന്റെ പടി കൊടുത്തേക്കുന്നത്. ഒരു ജസ്റ്റ് ഒരു കട്ടിങ്ങും കൂടെ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80% കോട്ടൺ ആണ് വരുന്നത്. അപ്പൊ അതിന്റെ തന്നെ ഒരുപാട് കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് കോമൺ ആയിട്ട് മൂവിങ് വരുന്ന കളേഴ്സ് നോക്കാം. അപ്പൊ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബേജ് കളർ എന്ന് പറയാം കേട്ടോ. നമ്മുടെ ഒരു ഓഫ് വൈറ്റും ബേജും ചിക്കും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡാണ്. ഒരുപാട് കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് ഉള്ള ഒരു ഷെയ്ഡാണ്. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത്. അപ്പൊ എല്ലാം ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡാണ്. വീഡിയോക്കകത്ത് കാണുമ്പോൾ അതിന്റെ കളറിനകത്ത് ഡിഫറൻസ് ഉണ്ടാവുമായിരിക്കും. ഈ ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 80% കോട്ടൺ ആയിട്ടുള്ള ഒരു ഫാബ്രിക്, ഒരു പോളിഷിങ്, അതായത് അതിനൊരു മിനുസപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു പ്രീമിയം ഫീൽ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലാഫറിംഗ് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇതിനെ ഒരു പോളിഷിങ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് താർ ലാഫർ എന്നുള്ള പേര് വന്നേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെറൂൺ ഷെയ്ഡ്. നമ്മളെപ്പോഴും സാധാരണ കാണുന്ന മെറൂണിൽ നിന്ന് കുറച്ചും കൂടെ ഒരു ബ്രിക്കും കൂടെ മിക്സ് ചെയ്ത് വരുന്ന എല്ലാവരും തന്നെ ചോദിക്കാറുള്ളൊരു ഷെയ്ഡാണ്. നമ്മൾ ഈ ഒരു ബ്രിക്ക് റെഡ് അജ്രക്കിൻ്റെ കുർത്തീസ് ഒക്കെ വരുമ്പോൾ നമ്മൾ മെറൂൺ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കുറച്ച് ഡാർക്ക് ആയി പോകും, കളറിനകത്ത് ഡിഫറൻസ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് തന്നെ നമ്മൾ ഡൈ ചെയ്ത് എടുപ്പിച്ച ഒരു ഷെയ്ഡാണ് മെറൂൺ എന്ന് പറഞ്ഞാൽ. കുറച്ചൊരു ബ്രിക്കും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് മെറൂൺ ആട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് റെഡ്, നല്ല ബ്രൈറ്റ് ആയിട്ട് റെഡ് കളർ. ഒത്തിരി കസ്റ്റമേഴ്സിന് റിക്വസ്റ്റ് ഉള്ള ഒരു ഷെയ്ഡാണ് റെഡ്, ബ്രൈറ്റ് റെഡ് ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് പറഞ്ഞാൽ റാണി, ലൈറ്റ് ഒരു റാണി പിങ്ക് ആണ്. സാധാരണ നമ്മുടെ സെക്യൂരിറ്റി ബോട്ടം പെൻസിൽ ഫിറ്റിലൊക്കെ വരുന്ന കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ട് വന്നേക്കുന്നതായിരുന്നു. ഇത് കുറച്ചൊരു ലൈറ്റ് റാണി പിങ്ക് ആട്ടോ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക്. അന്ന് നമ്മൾ വീഡിയോ ചെയ്തപ്പം ഏറ്റവും പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയ ഐറ്റമാണ്. നമ്മളിത് അത്രയും ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഫ്ലോറൻസിൽ ഇനി നമ്മുടെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് എപ്പോഴും തന്നെ നമ്മുടെ വെബ്സൈറ്റിനകത്തേക്ക് നമ്മളിത് അവൈലബിൾ ആക്കുന്നതായിരിക്കും. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഏറ്റവും ഇടാൻ വേണ്ടിയിട്ടൊക്കെ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റിങ്ങും കാര്യങ്ങളാണ്. നമ്മൾ ഒരുപാട് തവണ നമ്മളിത് ചെയ്ത് നോക്കി അതിൻ്റെ സൈസൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് എടുത്തൊരു പ്രൊഡക്റ്റ് ആട്ടോ. 38 ഇഞ്ചസ് ലെങ്ത് വരുന്നത്, അതായത് നമ്മുടെ ഒരു ആംഗിൾ ലെങ്ത്തിലേക്ക് വരുന്ന രീതിയിലേക്ക്. ഞാനിപ്പോൾ ഇത് ഒത്തിരി കയറ്റി ആയിട്ടേക്കുന്നത്, എനിക്ക് ബോട്ടം ആ രീതിയിൽ നിൽക്കുന്നതാണ് ഇഷ്ടം. നിങ്ങളുടെ ലെങ്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് ഇറക്കിയൊക്കെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ പറഞ്ഞാൽ ഐസ് ബ്ലൂ. അതായത് ഈ ഒരു കളറിന് ഇപ്പം നല്ല ഡിമാൻഡാണ്. കാരണം നമ്മുടെ ഒരു ഡെനിം, നമ്മുടെ ലൈറ്റ് ഒരു ഐസ് ബ്ലൂ ജീൻസിൻ്റെ ഒക്കെ പോലെ അല്ലെ ജെഗിൻസിൻ്റെ പോലെ മിക്ക കളേഴ്സിൻ്റെയും കൂടെ മാച്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഐസ് ബ്ലൂ ഷെയ്ഡ് നമ്മുടെ ഇപ്പോൾ ഒരു കോമൺ കളേഴ്സിലേക്ക് നമ്മളിപ്പോൾ ആഡ് ചെയ്തേക്കുന്ന ഒരു ഷെയ്ഡും കൂടെയാണ് കേട്ടോ. നെക്സ്റ്റ് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേവി ബ്ലൂ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ കളേഴ്സിൻ്റെ കൂട്ടത്തിലേക്കും മൂവ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് നേവി ബ്ലൂ. പീച്ച്, പിങ്ക് എല്ലാ കളേഴ്സിനും മാച്ച് ചെയ്യുന്നതാണ് നേവി ബ്ലൂ. അപ്പം ഇനി നമുക്കിതിൻ്റെ അല്ലാതെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് കുറേ കളേഴ്സും കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 399 ആണ് നോർമൽ സൈസ്. സ്മോൾ ടു 5XL സൈസ് വരെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പ്ലസ് സൈസിലേക്ക് വരുമ്പോഴത്തേക്കിനും മാത്രം 429 റേറ്റ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആഷ് കളറാണ്. ആഷും ഒരു ഗ്രേയും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഷെയ്ഡാട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് വീഡിയോക്കകത്ത് കാണുമ്പോൾ കളറിനകത്തൊക്കെ ചെറിയ ഡിഫറൻസ് ഉണ്ടാവുമായിരിക്കും. നെക്സ്റ്റ് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പീക്കോ ഗ്രീൻ ആണ്. ലൈറ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു പീക്കോ ഗ്രീൻ കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മുടെ ഡാർക്ക് ആയിട്ട് വരുന്നൊരു കോഫി ബ്രൗൺ കളറും ഗ്രേപ്പും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ടീൽ ബ്ലൂ ആട്ടോ. വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ കളറിനകത്ത് നല്ല ഡിഫറൻസ് വരുന്നൊരു ഷെയ്ഡാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ലൈറ്റ് പീച്ച്, അതായത് ബേബി പീച്ച് എന്ന് പറഞ്ഞാൽ അത്രയും ലൈറ്റ് ആയിട്ട് വന്നേക്കുന്ന ഷെയ്ഡാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ലൈറ്റ് പിങ്ക്. ഈ ഒരു പിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പേസ്റ്റൽ പിങ്ക് എന്ന് പറയാം. അത് ബേബി പിങ്ക് അല്ല, ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പേസ്റ്റൽ പിങ്ക്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മുടെ റസ്റ്റ് കളറിൻ്റെ ഡാർക്ക് ആയിട്ട് വന്നേക്കുന്ന ഒരു ഷെയ്ഡ്. നെക്സ്റ്റ് വൺ വരുന്നത് ലൈറ്റ് ആയിട്ടുള്ളൊരു
പേസ്റ്റൽ ഗ്രീൻ. അപ്പൊ ഇത്രയും കളേഴ്സാണ് നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചേക്കുന്നത്. സ്മോൾ തൊട്ടിട്ട് 5XL സൈസ് വരെ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കളറെങ്കിലും നിങ്ങൾക്ക് കോമൺ ആയിട്ട് പോകുന്ന ബ്ലാക്ക്, വൈറ്റ്, ചിക്കു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളറെങ്കിലും നിങ്ങളൊന്ന് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇതിന്റെ ബാക്കി കളേഴ്സും കൂടെ മേടിച്ചോളൂ. അത് ഇടാൻ വേണ്ടിയിട്ടുള്ള കംഫർട്ടബിൾ ആയതുകൊണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷീൻ വാഷബിളാണ്. അങ്ങനെ കോട്ടൺ ചുരുങ്ങി പോകുന്നത് പോലെ ഭയങ്കരമായിട്ട് ചുരുങ്ങത്തില്ല. ഇതിന്റെ ഒരു പോളിഷിംഗ് ഫിനിഷിംഗ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചൊരു നമുക്കൊരു അയൺ ഫ്രീ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാം. ഇപ്പൊ ഭയങ്കര തേച്ച് അയൺ ചെയ്ത് യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ. അപ്പൊ ഇതിനെന്ന് പറഞ്ഞാൽ ഷ്രിങ്കേജോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല, ഞാൻ ഗ്യാരണ്ടി തരുന്നു. അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ അത്രയും നമുക്ക് നല്ല റിവ്യൂസ് തന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ബൾക്കായിട്ട് തന്നെ നമ്മൾ ചെയ്തത്. ഞാനും പേഴ്സണലി എടുത്ത് അത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പൊ ആദ്യമേ തന്നെ നിങ്ങൾ എല്ലാ കളറും വാങ്ങണമെന്നില്ല. സൈസിനകത്തൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരാണ് നിങ്ങൾ ഒരു കളർ വാങ്ങിയിട്ട് നിങ്ങൾ നോക്കി നോക്കുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ബാക്കി എല്ലാ കളേഴ്സും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പം ഈ ഒരു ബോട്ടംസ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കൂടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടെങ്കിലും നമ്മൾ ഏത് കളറിലാണ് ഡിമാൻഡ് എന്ന് നോക്കിയിട്ട് നമ്മളത് എപ്പോഴും റീഫിൽ ചെയ്തുകൊണ്ടിരിക്കാൻ പോകുന്നൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ വാട്സാപ്പ് നമ്പേഴ്സിലേക്ക് നിങ്ങൾക്ക് ഓർഡേഴ്സ് കൊടുക്കാവുന്നതാണ് കേട്ടോ.